ഇതുപോലെ തന്നെയാണ് ദൈവവചനത്തോട് അടുക്കുമ്പോഴും. ഞാൻ വായിക്കുന്ന അതേ വേദവസ്തം തന്നെ മറ്റാളുകൾ വായിച്ചിട്ട് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ശിശുവിനെ പോലെ താഴ്ത്തുന്നവർക്കാണ് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ ഹോളിലിരിക്കുന്ന ആർക്കാണ് വേദവസ്തം നന്നായിട്ട് മനസ്സിലാകുന്നത്? എനിക്കറിയില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും താഴ്മയുള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ പറയാം, ബുദ്ധിയുള്ളവർക്കല്ല, കൂടുതൽ പ്രാവശ്യം ഇത് വായിച്ചവർക്കുമല്ല. ആരാണ് ഏറ്റവും താഴ്മയുള്ളത്? കാരണം ദൈവം തൻ്റെ വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒരു ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവർക്കാണ്. 30-40 കൊല്ലം നിങ്ങളൊരു വിശ്വാസിയായിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്നലെ വീണ്ടും ജനിച്ച ആളായിരിക്കാം. ഒരു ശിശുവിനെ പോലെ നിങ്ങളെ തന്നെ താഴ്ത്തുക. ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാവരെക്കാളും ദൈവവചനം നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് യഹോവ ഭക്തി ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും കാണുകയോ ഞാൻ എന്തെങ്കിലും കേൾക്കുകയോ ഞാൻ എന്തെങ്കിലും വായിക്കുകയോ ചെയ്യുമ്പം അതെന്നെ ശ്രദ്ധയുള്ളവനാക്കി തീർക്കും. ദൈവം എന്നെ അത് മനസ്സിലാക്കി തരട്ടെ. അത് പെട്ടെന്ന് സംഭവിക്കുകയില്ല. നമ്മുടെ സ്വഭാവങ്ങൾ അത് അനേക വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്. ആ ചെളിയിൽ നിന്ന് പുറത്തു വരിക എളുപ്പമല്ല. നിങ്ങളുടെ കാറിൻ്റെ വീലൊരു ചെളിയിൽ പൂണ്ടുപോയാൽ ആ പൊതഞ്ഞു പോയ ചെളിയിൽ നിന്ന് ആ കാർ പുറത്തു കൊണ്ടൊരു പ്രയാസമാണ്. നമ്മളും ഒരു ചെളിക്കുണ്ടിലാണ്. നമ്മൾ കണ്ടതും കേട്ടതും വായിച്ചതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ സത്യസന്ധമായി പറയട്ടെ, ആ ചെളിയിൽ നിന്ന് പുറത്തു വരിക ഒരു വലിയ ജോലിയാണ്. ചില സമയത്ത് ആ ചെളിയിലേക്ക് തന്നെ വീഴുന്നത് ഞാൻ കാണുന്നു. ഞാൻ ഇതുവരെയും പൂർണ്ണനായിട്ടില്ല. എന്നാൽ ആ വഴി എനിക്കറിയാം. ഞാൻ ഈ ചെളിക്കുണ്ട് കിടക്കേണ്ടവനല്ല. എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങളത് കണ്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ കണ്ണിൽ കാണുന്ന പോലെ നിങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ചെവിയിൽ കേൾക്കുന്നത് പോലെ, നീ ഒരിക്കലും കൂടുതൽ എല്ലാ ദിവസവും യേശുവിനെ പോലെ ആകത്തില്ല. കാരണം നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ അവൻ ഒരിക്കലും അങ്ങനെ ജീവിച്ചില്ല. അങ്ങനെയാണ് അവൻ ജ്ഞാനത്തിൽ വളർന്നത്. ഒരു ശിശുവായിരുന്നപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കി, എൻ്റെ കണ്ണ് കാണുന്ന പോലെ കാത് കേൾക്കുന്ന പോലെ ഞാൻ വിധിക്കരുതെന്ന്. മറ്റാളുകൾ എന്നോട് പ്രതികരിക്കുന്ന പോലെ ഞാൻ അവരോട് പ്രതികരിക്കുകൂടാ. അതല്ല ആത്മീയ വഴി. ഞാൻ വ്യത്യസ്തനായിരിക്കണം. അവൻ എന്നോട് കോപിച്ചാൽ ഞാൻ സൗമ്യമായിട്ട് ഉത്തരം പറയും. അതിന് ആ കോപത്തെ ഇല്ലാതാക്കാൻ കഴിയും. അതാണ് ജ്ഞാനം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അത് ഒന്നാമത് സൗമ്യത. താഴെ നിന്നുള്ള ജ്ഞാനം അത് പൈശാചികമാണ്. അസൂയ നിറഞ്ഞതാണ്, സ്വാർത്ഥത നിറഞ്ഞതാണ്, സ്വാർത്ഥ മോഹങ്ങളുള്ളതാണ്. അതാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ടാണ് നാം എല്ലാ ദിവസവും ജ്ഞാനം അന്വേഷിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോകാം. ഈ അധ്യായത്തെ പറ്റി ഞാൻ മുമ്പ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായം, ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ 1-ാം അധ്യായം മുഴുവൻ വേദഭാഗത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ്. വേദപുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഈ ലോകത്തെ ദൈവം പൂർണ്ണതയുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഈ ലോകം പാഴായി തീർന്നു, ഇരുണ്ടതും ശൂന്യവുമായി തീർന്നു. കാരണം ലൂസിഫറിൻ്റെ പാപം നിമിത്തമായിട്ട്. 2-ാം വാക്യം. അടുത്ത കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമിയുടെ മേലെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനെ വ്യത്യാസപ്പെടുത്താൻ തുടങ്ങി. ഒരു നിമിഷം കൊണ്ടല്ല, ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അവനത് ദിനം പ്രതിയാണ് ചെയ്തത്. 2 കൊരിന്ത്യർ 4:16 വാക്യത്തിൽ പറയുന്ന പോലെ നാൾക്ക് നാൾ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് പുതുക്കം പ്രാപിച്ചുകൊണ്ടിരുന്നു. അതാണ് ഉൽപ്പത്തി 1 കാണുന്നത്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 6-ാം ദിവസം. 6-ാമത്തെ ദിവസം ആദാമിനെ ദൈവം തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു. ആ ദിവസമാണ് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെയാകുന്നത്. അതാണ് ഉൽപ്പത്തി 1. അതാണ് വേദപുസ്തകത്തിൻ്റെ മുഴുവനും സന്ദേശം. അതൊരിക്കൽ കഴിഞ്ഞാൽ 7-ാമത്തെ ദിവസമായി. നിത്യത മുഴുവനും ദൈവം വിശ്രമിക്കും. യേശുവിനെ പോലായ ഈ ആളുകളോടുകൂടെ. അന്നത് ആദാമും ഹവ്വയായിരുന്നു. എന്നാൽ ഭാവി കാലത്ത് ആ വഴി ഇപ്പം അന്വേഷിക്കുന്നവരാണ്. അത് ഈ മുഴുവൻ വേദപുസ്തകത്തിൻ്റെയും ഒരു രത്ന ചുരുക്കമാണ്. ഉൽപ്പത്തി 1:1, ഉൽപ്പത്തി 1:1 വരെ, ഉൽപ്പത്തി 2:3 വരെ 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അതാണ് നിത്യതയുടെ ചിത്രം. ഇവിടെ ഓരോ ദിവസവും നാം എന്താണ് കാണുന്നത്? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം എല്ലാ ദിവസവും എന്തെങ്കിലും സംസാരിക്കുന്നു. ദൈവം പറയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം ഒന്നും പറയുന്നില്ലെങ്കിൽ
ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ദിവസം നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നില്ലെങ്കിൽ ശരി, ആ ദിവസം ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. മറ്റൊരു ദിവസം നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ സമയമില്ല, നിങ്ങൾ വളരെ തിരക്കിലാണ്, ആ ദിവസം ഒന്നും സംഭവിക്കുന്നില്ല. 20 വർഷം അങ്ങനെ പോകാം. വല്ലപ്പോഴും നിങ്ങൾ ദൈവത്തെ കേൾക്കുന്നു, ആ ദിവസം എന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലാത്ത ദിവസം ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് പ്രശ്നം ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പോലും. ഉൽപ്പത്തി 1 നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്: എല്ലാ ദിവസവും ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദിവസവും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 1 സന്ദേശമാണത്. നിങ്ങളത് കേട്ടോ ഇല്ലയോ, നിങ്ങളതിനോട് പ്രതികരിച്ചോ ഇല്ലയോ, അത് മറ്റൊരു ചോദ്യമാണ്. എന്നാൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം എപ്പോഴും സംസാരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനോട് ട്യൂൺ ചെയ്യണം. ഉദാഹരണത്തിന്, നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഈ മുറിയിൽ ഇവിടെ റോക്ക് മ്യൂസിക് ഉണ്ട്, ഇവിടെ ഇസ്ലാമിക് ടീച്ചിങ് നടക്കുന്നുണ്ട്, ഹിന്ദുവിൻ്റെ പഠിപ്പിക്കലുകൾ, അനേക പ്രസംഗകർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിലൊരു ടെലിവിഷൻ ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു റേഡിയോയിൽ നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും. എന്നാൽ അത് ഇപ്പോൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്താണ് ട്യൂൺ ചെയ്തത്, അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഫ്രീക്വൻസി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഒരു ടെലിവിഷനിലോ ഒരു റേഡിയോയിലോ നിങ്ങൾക്ക് ആ ശബ്ദം കിട്ടുന്നു. അതുകൊണ്ട് നാം എന്തൊക്കെയോ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. പിശാചൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കോപിക്കാൻ നമ്മളോട് പറയുന്നു, കയ്പുള്ളവനായിരിക്കാൻ, അസൂയുള്ളവനായിരിക്കാൻ, നമ്മളോട് തന്നെ സ്വയസഹതാപത്തിലിരിക്കാൻ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒത്തിരി കഥകൾ, അവൻ അനേക കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിനപ്പുറത്ത് ഖുർആൻ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീത കേൾക്കാൻ കഴിയും. ദൈവമില്ല എന്ന് പറയുന്ന ചില നിരീശ്വരവാദികളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കേൾക്കാൻ കഴിയും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ട്യൂൺ ചെയ്താൽ നിങ്ങളത് കേൾക്കും. പിശാച് എപ്പോഴും വിക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക സമയത്തും കുറ്റപ്പെടുത്തലാണ്. അവിടെ പറയുന്നു, സഹോദരന്മാരെ അവൻ രാപ്പകൽ കുറ്റപ്പെടുത്തുകയാണ്. ഈ കാര്യം തെറ്റാണ്, ആ കാര്യം തെറ്റാണ്, ആ ആളെ നോക്ക്, ഭാര്യ ഇങ്ങനെയാണ്, ഭർത്താവ് അങ്ങനെയാണ്. എത്ര പ്രാവശ്യം നീ പറഞ്ഞു, എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. എത്ര പ്രാവശ്യം നിൻ്റെ ഭാര്യയോട് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ആരാ ഇത് പറയുന്നതെന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് അത് പരിശുദ്ധാത്മാവാണെന്ന്. അത് നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാനായിട്ടാണോ, അതോ നിൻ്റെ കുടുംബത്തെ പണിയാനാണോ? എന്തുകൊണ്ടാണ് നീ അവനെ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് നീ ആ സ്റ്റേഷൻ മാറ്റാത്തത്? വേറൊന്നിലേക്ക് എന്താണ് പോകാത്തത്? കാരണം ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ വായിക്കുന്ന എല്ലാ ദിവസവും ദൈവം സംസാരിക്കുന്നു. അതുപോലെ ഇത് വെറുതെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് സംഭവിച്ചത് ഭൂമി അതിനോട് പ്രതികരിച്ചതുകൊണ്ടാണ്. ഒരേ ഒരു വ്യത്യാസം ഇതാണ്: ഭൂമിക്ക് സ്വതന്ത്ര ഇച്ഛാശക്തിയില്ല. അതിനങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ. എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ നമ്മളത് തിരഞ്ഞെടുക്കണം. ദൈവം സംസാരിക്കുന്ന എല്ലാ സമയത്തും അതെന്നെ തന്നെ മരിപ്പിക്കാനാണ്. അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാനത് സ്വീകരിക്കുന്നെങ്കിൽ അതേ കാര്യം തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിക്കും. ഉൽപ്പത്തി 1 സംഭവിച്ച അതേ കാര്യം. ആ അന്ത്യനാളിലേക്ക് ഭൂമി ഒരു ചുവടും കൂടെ മുന്നിലെത്തി. ഒരു ദിവസം വെളിച്ചമുണ്ടായി. രണ്ടാം ദിവസം ആകാശവും ഭൂമിയും തമ്മിൽ വേർപിരിഞ്ഞു. അടുത്ത ദിവസം ഉണങ്ങിയ ഭൂമി വന്നു. അടുത്ത ദിവസം സസ്യജാലങ്ങളുണ്ടായി. അങ്ങനെ അവസാനം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആദാം, നിങ്ങളും ഞാനും യേശുവിൻ്റെ സ്വരൂപത്തിൽ.